പഴുതുണ്ടല്ലോ ഓലിന്റെ ഉള്ളിൽ കൂടി അപ്പത്തേക്ക് കിടന്നാലേ അതൊന്നും കിടക്കാൻ വഴിയില്ല. അപ്പോൾ സ്നേഹിമാനികൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ നല്ലങ്കരയിലാണ്. നല്ലങ്കര പൈലപ്പള്ളി നാറിൽ. അപ്പോൾ ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ചാക്കിൻ്റെ മണലാണത്. മണലുകളൊക്കെ അട്ടിയിട്ടിട്ട് ഫ്രണ്ടിൽ തന്നെ ചാക്കിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട്, കാരണം ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഹൈഡ് ഔട്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും എലികളുണ്ടാവും. എലികളെ പിടിക്കാനായിട്ട് പാമ്പുകളും അതിനുള്ളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പുറത്താണ് കണ്ടതെന്ന് തോന്നുന്നു അല്ലേ? എവിടെ കണ്ടേ? ഇവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞ് നേരെ ഇതിനുള്ളിൽ വന്ന് കയറിയിട്ടുണ്ട്. അതിനുള്ള ഹെയർ ഔട്ട് ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് മാറിയിട്ടില്ല. ഞാൻ വേറൊരു കൊട്ടല്ലൂർ കേസിന് പോയി കയറുന്നു. കോണിരടിയിലൊരു മൂർഖനായിരുന്നു. ഇതേപോലെ തന്നെ ചാക്കുകളും മറ്റേ ഓലമെടലൊക്കെ അട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഹെയർ ഔട്ടായി. അപ്പോൾ എന്തായാലും ഞാൻ റെസ്ക്യൂ ചെയ്യാൻ പോകണം. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ തന്നെ വിളിക്കുക. ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നേരെ റെസ്ക്യൂയിലേക്ക് കിടക്കാം. ഗ്യാപ്പുണ്ടല്ലോ. ഭാഗ്യത്തിന് ഇങ്ങോട്ടും പോയിട്ടില്ല. ചാക്കി കയറിപ്പോ അങ്ങോട്ട് കയറിപ്പോകുന്നുള്ള അവിടെ പൊത്തുണ്ട്. പൊത്തിലേക്ക് ഇറങ്ങിപ്പോയി. കയറണില്ലല്ലോ. അതെ നിങ്ങൾ നല്ല നീളമുണ്ടല്ലോ.
ഏതിന്റെ ആ അത്രയില്ല. അപ്പോൾ കുറച്ച് പണിയെടുത്തു. കാരണം ഈ ചാക്കുകൾ ഇങ്ങനെ അട്ടിത്തരാനോണ്ടാണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടായത്. ഭാഗ്യത്തിന് അവിടെ വേറെ പൊത്തുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെയൊക്കെ പൊത്തുകൾ കാണണ്ടായിരുന്നു. അങ്ങോട്ട് കിടക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഓടിയിട്ട് അവിടുത്തെ ചാക്കുകൾ ആദ്യം മാറ്റിയത്. അപ്പോൾ എന്തായാലും നമ്മൾ സേഫായിട്ട് തന്നെ റെസ്ക്യൂ ചെയ്തതിന് അത്യാവശ്യം നീളമുള്ള എന്നാൽ വണ്ണം കുറവായിട്ടുള്ളൊരു മുറുക്കം പാമ്പാണ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം ചെറിയ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.